ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രൈസ് ലോർഡ്. കാത്തിരിപ്പിൻ്റെ അനുഭവം എത്ര വർഷം ഒത്തിരി വർഷം ദൈർഘിച്ചു, വർഷങ്ങൾ നീണ്ടുപോയി താൻ വൃദ്ധനായി തീർന്നു. ഈ ശിമോനെ കുറിച്ച് പറയുന്ന സ്തോത്രം, താൻ ഒരു പുരോഹിതനല്ലായിരുന്നു, പക്ഷേ ദൈവവചനം പഠിച്ച് സ്തോത്രം സംഹിതൻ സംഘത്തിൻ്റെ ഒരു അംഗമായിരുന്നു. അതിൻ്റെ സ്വന്തം തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. താനാണ് സ്വന്തം ഗമാലിയേലിൻ്റെ പിതാവ്. ഏത് ഗമാലിയേൽ? സ്തോത്രം പൗലോസ് കാൽക്കൽ ഇരുന്ന് പഠിച്ച ഗമാലിയേൽ. സ്തോത്രം ജ്ഞാനിയായ അതേ സ്വന്തം സകലത്തിനും അതേ സ്വന്തം അറിവുള്ള ഹല്ലേലൂയ സ്വന്തം താനും ഉന്നതനായിരുന്നു. അത് അറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആ ഗമാലിയേലിൻ്റെ പിതാവായിരുന്നു ഈ ഷിമോനെ കുറിച്ച് പറഞ്ഞ് താൻ നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ അതേ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. സ്വതം വളരെ ചുരുക്കം ആൾക്കാർ അങ്ങനെ കാത്തിരുന്നു ആ കാലത്ത്. കർത്താവായ യേശു ക്രിസ്തു സ്വതം അല്ലെങ്കിൽ മെഷിയ വരും, അവൻ ശക്തിയോടെ വന്ന് രാജ്യത്തെ വിടുവിക്കും, അത് റോമക്കാരുടെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിക്കും, സ്വതന്ത്രമാക്കും എന്നൊരു ചിന്താഗതി ആയിരുന്നു അവർക്ക് ഉണ്ടായത്. പക്ഷേ അത് തെറ്റായിരുന്നു. പ്രൈസ് ലോർഡ്. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല, വചനം ശരിക്കും അത് പഠിച്ചില്ല, അതിന് ആഴം മനസ്സിലാക്കിയില്ല. വചനം പഠിക്കുന്നുണ്ട്, പക്ഷേ അതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ശിമിയോൻ ഒരു വെളിപ്പാട് ഉണ്ടായത്. എന്താണ്? യേശു ക്രിസ്തു രണ്ട് വട്ടമായിട്ട് വരും. ഒന്നാം വരവ് അത് താൻ സ്വന്തം രക്ഷകനായി വരും, പാപത്തിന് രക്ഷകനായി വരും. പ്രൈസ് ലോർഡ്. താൻ സ്വന്തം രാജ്യത്തെ അത് യഹൂദരെ തൻ്റെ അവരുടെ സാമ്രാജ്യത്തെ അതേ വിടുവിക്കയില്ല എന്നൊരു പ്രസ്താവന, ഒരു വിശ്വാസം തനിക്ക് ഉണ്ടായതുകൊണ്ട് അത് പങ്കുവെച്ച നിമിത്തമായിട്ട് അതേ തന്നെ പുറത്താക്കുന്ന അനുഭവം അവർക്ക് ആ വിശ്വാസമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്വതം. എന്നാൽ തൻ്റെ ആ വിശ്വാസം തന്നെ ഉറച്ചു നിന്നു. ദൈവത്തിന് തനിക്കൊരു ആ അള്ളപ്പാടുണ്ടായി. നമുക്ക് അവിടെ വായിക്കുന്നത് അവൻ മനുഷ്യനുണ്ടായ സ്വത്രം 25-ാം വാക്യം താഴെ അവൻ കാത്തിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന വചനം പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ അത് കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അള്ളപ്പാടുണ്ടായി. അവനൊരു അള്ളപ്പാട് ലഭിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. സ്വതം ശക്തി ലഭിച്ച് അവൻ വൻകാര്യങ്ങൾ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്തില്ല, യുദ്ധങ്ങൾ ജയിച്ചില്ല, അവന് സിംഹത്തെ കൊന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ അവനൊരു അള്ളപ്പാടുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. എന്താണ് സ്വതന്ത്രം? അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം അത് പെടുകയില്ല, നീ മരണം ആസ്വദിക്കുകയില്ല. പ്രൈസ് ലോർഡ്. എന്താ വലിയ സൗഭാഗ്യമാണ്. അതിനുവേണ്ടി താൻ കാത്തിരുന്നു. വർഷങ്ങളോളം താൻ കാത്തിരുന്നു. ദൈവമക്കളെ, താൻ ക്ഷീണിച്ചു പോയില്ല. അത് വൃദ്ധനായിട്ടും താൻ കാത്തിരുന്നു. കാത്തിരിപ്പിൻ്റെ അവസാനമായിട്ട് അത് യേശു കുഞ്ഞിനെ താൻ കയ്യിലെടുത്ത് പറയണ, നാഥ ഇപ്പോൾ നീ എന്നെ സമാധാനത്തോടെ അയക്കണമേ. പ്രൈസ് ലോർഡ്. സ്വതം ദൈവിക അള്ളപ്പാടുകൾക്ക് അത് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അത് കാലം തന്നെ നിർണയം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് ദർശനത്തിലൂടെ അവധി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് വെളിപ്പെട്ട് വരും. ദൈവമക്കളെ, നമ്മളതിനുവേണ്ടി ഭാരപ്പെടേണ്ട, കാത്തിരുന്നാൽ മതി. കാത്തിരിപ്പാൻ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് കർത്താവേ അങ്ങനെ കൃപ എനിക്ക് വേണം കാത്തിരിക്കുവാൻ. ഞാൻ ക്ഷീണിച്ചു പോകാതെ, എൻ്റെ കുടുംബം ക്ഷീണിച്ചു പോകാതെ, എൻ്റെ സഭ ക്ഷീണിച്ചു പോകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ഷീണിച്ചു പോകാതെ അവർ ഉറച്ചു നിൽപ്പാൻ. അതേ ഹല്ലേലൂയ. ഇവിടെ സ്വന്തം യേശു ക്രിസ്തു ഒന്നാമത്തെ വരവിനെ കുറിച്ച് ഉള്ള ദൂത് ആണെങ്കിലും അതേ കർത്താവ് നമ്മോട് പറയും, ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി ഞാൻ വേഗത്തിൽ വരും. പ്രൈസ് ലോർഡ്. എന്തിനു വേണ്ടി? നിങ്ങൾ എന്നോട് കൂടെ ചേർക്കുവാൻ. അതേ ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളെ ചേർക്കാൻ വേണ്ടി ഞാൻ വേഗത്തിൽ വരും എന്ന് കർത്താവ് അള്ളപ്പാട് തന്നിട്ടുണ്ടല്ലോ സ്വതം. അതുകൊണ്ട് അവന് വേണ്ടി കാത്തിരിക്കുക. പ്രൈസ് ലോർഡ്. ക്ഷീണിച്ചു പോകലെ സ്വതം. ഈ മഹാമാരികൾ കണ്ട് അതേ മറ്റുള്ള പ്രയാസങ്ങൾ കണ്ട് ദുഃഖങ്ങൾ ഭാരങ്ങൾ കണ്ടും അനുഭവിച്ചും അതേ സാമ്പത്തിക ഞെരുക്കം നിമിത്തമായിട്ട് കുഞ്ഞുങ്ങളെ ഭാവി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വതം അതേ മുന്നോട്ടുള്ള ഗമനം അത് തടസ്സപ്പെടുന്നല്ലോ, നന്മകൾ ലഭിക്കുന്നില്ലല്ലോ, നന്മ വരുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് ചിന്തിച്ച് അതേ സ്വതം നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട. ഏറ്റവും വലിയ നന്മയാണ് സ്വതന്ത്രം പരിശുദ്ധ ആത്മാവ്. ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധാത്മാവ്. സ്വതം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ ഓർപ്പിക്കും. പ്രൈസ് യേശു പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും, അവൻ നിങ്ങളെ ധൈര്യപ്പെടുത്തും. അതേ ദിവസം നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ ഭാരങ്ങളും രോഗാവസ്ഥയും മറന്ന്, അതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസ് പോലും അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അതേ ദിവസം അവർക്ക് ബലം ലഭിക്കുന്നത് ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുകൊണ്ടാണ്. അവർക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ടാണ്. അത് അവർ അനുഭവിക്കുന്ന ആ ഹീനമായ അവസ്ഥയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ഭാരങ്ങൾ ചുമന്ന് പ്രാർത്ഥിക്കുന്ന സന്തോഷം പ്രാർത്ഥിക്കുന്ന ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്വതം. അവിടെ താൻ കാത്തിരിപ്പിൻ്റെ അതേ ഫലമായിട്ട് ദൈവം പറഞ്ഞതുപോലെ അവൻ അരുളിച്ചതുപോലെ സ്വതം താൻ യേശുവിനെ കണ്ടു, യേശുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് തനിക്ക് ഉണ്ടായിരുന്നു. താൻ എങ്ങനെ മരിക്കുമെന്നും തൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് ഉണ്ടായിരുന്നു. നമ്മളും ഈ ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ മരിക്കും എന്ന സ്വതം ഉറപ്പും താഴെ നമുക്ക് വേണം. മരണത്തെ ഭയപ്പെടരുത്,
ദൈവമക്കളെ, നമ്മുടെ ദൈവമക്കളാണ്, നാം ഭയപ്പെടാൻ പാടില്ല. സ്തോത്രം. അതില്ലാത്ത ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ പലമായ ചിന്തകൾ വരുമ്പോൾ നമുക്ക് ഭയം വരും. എന്നാൽ ജയിക്കാൻ വേണ്ടിയ പ്രാർത്ഥനയും ഉപവാസവും സ്തോത്രം, സ്തുതി സ്തോത്രവും ഒക്കെ ഉള്ളത്. പഴയ നിയമത്തിൽ മോശയെക്കുറിച്ച് പറയുന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 34 അധ്യായം 5 വാക്യം നമ്മൾ പറയുന്നത്, യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം പോലെ അവൻ മോവാബ് ദേശത്ത് അത് മരിച്ചുവെന്ന്. യഹോവയുടെ വചനപ്രകാരം തന്നെ മോവാബ് ദേശത്ത് അവൻ മരിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്ന ശിമോനെ കുറിച്ച് പറയുകയാണ്, നീ മരിക്കും മുമ്പേ സ്തോത്രം ക്രിസ്തുവിനെ താൻ കണ്ടു. നമ്മളെക്കുറിച്ച് സ്തോത്രം, ഞാൻ എടുക്കപ്പെടുമോ? സ്തോത്രം. കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമോ? അത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം അല്ല. അതിനു മുമ്പ് ഞാൻ മരിച്ചാൽ സ്തോത്രം എങ്ങനെ തന്നെ ആയാലും നാം കർത്താവിൻ്റെ കൂടെയാകും. പക്ഷേ മരണത്തെക്കുറിച്ച് ഒരു വെളിപ്പാട്, ദർശനം പ്രാപിക്കണം, ഒരു ഉറപ്പ് പ്രാപിക്കണം. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് പ്രാപിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ. സ്തോത്രം. അത് മാത്രമല്ല, കർത്താവ് വന്നപ്പോൾ അതേ സ്തുതി ശിമയോൻ തൻ്റെ അതേ സ്തോത്രം പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലപ്പാട് തനിക്കുണ്ടായതുകൊണ്ട് താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിച്ചു. ആർക്ക് വേണ്ടി പ്രവചനം? അതേ മറിയോട്, ക്രിസ്തുവിന് കർത്താവിന് അമ്മയായ മറിയോട് താൻ പ്രവചിക്കുകയാണ്. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കും, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കും. സ്തോത്രം. അത് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. മറ്റു സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്രം വചന പണ്ഡിതാക്കൾ പറയുന്നത് തൻ്റെ അതേ മൃത്യുവിനെ കുറിച്ചും കൂടി താൻ എങ്ങനെ താനൊരു അതേ സ്തോത്രം പ്രൈസ് കർത്താവിന് വേണ്ടി മരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് അവർ വെളിപ്പെടുത്തിയത് എന്ന് പറയണം. അപ്പോൾ സ്വതം അത് അല്ലപ്പാട് പ്രാപിച്ചവൻ അതേ താൻ സ്വതന്ത്ര ചെയ്ത് അല്ലെങ്കിൽ താൻ പ്രവചനം കൊടുക്കുകയാണ്. എന്താണ്? തൻ്റെ ഭാവിയെക്കുറിച്ച്, മറിയുടെ ഭാവിയെക്കുറിച്ച് താൻ പ്രവചിക്കുന്നു. അപ്പോൾ നമ്മുടെ മേൽ സ്തോത്രം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രൈസ് ലോർഡ് സ്തോത്രം വൻ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അതേ സ്തോത്രം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മോടുള്ള ദൂതുകളെ ഓർത്ത് കാത്തിരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിക്കുവാനും ഒക്കെ ദൈവാത്മാവ് നമ്മളെ തക്ക സമയത്ത് സഹായിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വിഷയത്തിൽ അവിടുത്തെ രണ്ടാമത്തെ ഒരു സഹോദരി, അവിടെയും ഒരു സഹോദരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹന്ന എന്ന് പറയുന്ന സഹോദരിയാണ്. ആ ഹന്ന എന്ന് പറയുന്ന സഹോദരി 36-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവളെക്കുറിച്ച് ആ സഹോദരിയെക്കുറിച്ച് പറയുന്നത്, അവൾ ആശേർ ഗോത്രത്തിൽ ജനിച്ച ഒരു അതേ സ്വന്തം പ്രവാചികയായിരുന്നു. ആശേർ ഗോത്രത്തിൽ ജനിച്ച ഒരു പ്രവാചികയായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ പ്രവചനം എന്ന വലിയ എല്ലാവരും നമ്മൾ ഇന്ന് ഈ കാലങ്ങളിൽ കേൾക്കുന്ന പോലെ സ്വന്തം നിങ്ങൾ അതേ അല്ലെങ്കിൽ വിമാനത്തിൽ പറക്കുന്നോ അതേ മഞ്ഞ് പെയ്ത രാജ്യത്ത് പോകുന്നോ സ്വന്തം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. സ്തോത്രം. പക്ഷേ ക്രിസ്തുവിനെ സ്തോത്രം യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം അവനെക്കുറിച്ച് അവൾ പ്രസ്താവിച്ചു. അതാണ് അവൾ ചെയ്ത പ്രവചനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതാണ് യഥാർത്ഥ പ്രവചനം. പ്രൈസ് ലോർഡ്. നാം അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ മുൻകണ്ട് സ്വതം അത് വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അതേ സഭയെ ഓർപ്പിച്ച് ഉണർത്തുന്നു, വ്യക്തി ജീവിതങ്ങൾ ഓർപ്പിച്ച് ഉണർത്തുന്നതാണ് സ്തോത്രം അതേ പ്രവചനം, യഥാർത്ഥ പ്രവചനം. അതിൽ മറ്റുള്ള ഭൗതിക കാര്യങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നതെങ്കിലും അതിൽ കൂടുതൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് സ്വതം അതേ ഹല്ലേലൂയ ആത്മീയ വിഷയങ്ങളാണ്. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഹന്ന എന്ന് പറയുന്ന പ്രവാചകി ആശേർ ഗോത്രത്തിൽ, ആശേർ ഗോത്രം അതേ അത് ഗലീല എന്ന് പറയുന്ന ദേശത്തായിരുന്നു. ഗലീലയിലാണല്ലോ യേശു ക്രിസ്തു നസ്രത്തിൽ ജനിച്ചത്. പക്ഷേ സ്വതം അതേ നിക്കോദിമോസ് ഹല്ലേലൂയ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതേ ഗലീലയിൽ നിന്ന് എന്ത് സ്വന്തം ഗുണം അല്ലെങ്കിൽ നസ്രത്തിൽ നിന്ന് എന്ത് ഗുണം ഉണ്ടാകുന്ന എന്ത് നന്മയുണ്ടാവും? പ്രൈസ് ലോർഡ്. അവിടെ നന്മയുണ്ട്. ഏറ്റവും വലിയ നന്മ അവിടെയാണല്ലോ ജനിച്ചത്. യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ അവിടെ ജനിച്ചത്. മാത്രമല്ല അതിന് മുൻപായിട്ട് ഈ ഹന്ന എന്ന് പറയുന്ന പ്രവാചകി ആ സഹോദരി അവിടെ ജനിച്ചു. അവിടെ ആശേർ ഗോത്രത്തിൽ അത് നന്മ ഇല്ല എന്ന് പറയുന്ന ഇടത്താണ് ദൈവം അവളെ നന്മയാക്കി തീർത്തത്. അവൾ അല്ലെങ്കിൽ 7 വർഷം മാത്രമേ അവൾ കുടുംബജീവിതം ഉണ്ടായിരുന്നുള്ളൂ, മക്കൾ ഉണ്ടായില്ല. അതിനുശേഷം ഏകദേശം 84 വയസ്സ് വരെ അവൾ സ്വന്തം ജീവിച്ച് വൃദ്ധയായി തീർന്നു എന്ന് വചനം തന്നെ പറയുന്നു. അവൾ എന്ത് ചെയ്തു? അവൾ ആലയം വിട്ടുപിരിയാതെ, ദൈവസാന്നിധ്യം വിട്ടുപറിയാതെ അവൾ ഉപവസിച്ചും സ്വന്തം പ്രാർത്ഥിച്ചും അത് രാവും പകലും കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും പോന്നു എന്ന് നമുക്ക് 37-8 വാക്യങ്ങൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അവിടെയും പറയുന്ന അവൾ എന്ത് പ്രസ്താവിച്ചു? അവൾ യെരൂശലേമിൻ്റെ അതേ വീണ്ടെടുപ്പുകാരൻ, വീണ്ടെടുപ്പ് സ്വതന്ത്രനെ കാത്തിരുന്നവരെ അവളെ ധൈര്യപ്പെടുത്തി. അവരോട് പ്രസ്താവിച്ചു, അവൻ വരും. അത് നിങ്ങൾ ആരും ക്ഷീണിച്ചു പോകണ്ട, കാത്തിരുന്ന് നിങ്ങൾ മടുത്തു പോകണ്ട. അതേസമയം ഈ പ്രവചനം അത് ആണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ പ്രവചനമാണ്. രാജാക്കന്മാർ പ്രസ്താവിച്ചു, പ്രവാചകന്മാർ പ്രസ്താവിച്ചു, ഒന്നിന്മേൽ ഒന്ന് അവർ ഉറപ്പിച്ചു. പ്രൈസ് അത് ഈ കാലങ്ങൾ നടക്കും എന്ന് അവളെക്കുറിച്ച് പറയുന്ന സ്വതം. അവൾ വന്ന് കണ്ട്, അവൾ കർത്താവിനെ കണ്ട്, ശിശുവിനെ കണ്ട് അവൾ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ലോർഡ്. അവർ ദൈവത്തെ പുകഴ്ത്തി. പ്രൈസ് ലോർഡ്. അത് ദൈവം
ദൈവമക്കളെ സ്തോത്രം, കാത്തിരിപ്പിൻ്റെ അനുഭവം ഹല്ലേലൂയ അത് രുചികരമാകുന്നു. അത് തുടക്കത്തിലും ഇടയ്ക്കുമൊക്കെ അത് ഹല്ലേലൂയ നമുക്ക് നീറുന്ന അനുഭവമായിട്ട് തോന്നും, നമുക്ക് മടുപ്പിൻ്റെ അനുഭവം വരും. പക്ഷേ കർത്താവിന് ഓർപ്പിക്കാനുള്ളത് അതേ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതേ ആ വാഗ്ദത്തം അതേ ആ കാത്തിരിപ്പിനെ ശുഭമാക്കി തീർക്കുവാൻ, ശുഭ തുറമുഖത്ത് അവർ എത്തിച്ചു എന്ന് പറയുന്ന പോലെ അത് ശുഭമായ അവസാനത്തേക്ക് നടത്തുവാൻ കർത്താവ് നമ്മളെ കരം പിടിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്ന ആവർത്തന ദിവസം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുന്ന ആവർത്തനം 1-ന്റെ-31. അതേ സ്വതം അവിടെ ആരെങ്കിലും എടുത്തെങ്കിൽ വായിച്ചാൽ സന്തോഷമായിരിക്കും. സ്വതം ആവർത്തനം 1-ന്റെ ഒരു വാക്യമെങ്കിലും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. സ്വതം ആവർത്തനം 1-ന്റെ-31, ആവർത്തന ദിവസം 1-ാം അധ്യായം 31-ാം വാക്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആവർത്തനം ഡ്യൂട്രോണമി ആവർത്തനം 1-ന്റെ-31-ാം വാക്യം. അഭിനന്ദനം വായിക്കും. വായിച്ചു. ആവർത്തനം 1-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? അവരോട് ചോദിക്കാൻ, നിങ്ങൾ കണ്ടു? ദൈവമക്കളായ നിങ്ങൾ, ഓൺലൈനിലുള്ള ദൈവമക്കൾ നിങ്ങൾ കണ്ടോ എന്ന്. എങ്ങനെ ഒരു മനുഷ്യൻ, ഇംഗ്ലീഷിൽ പറയുന്നത് ഫാദറിന, ഒരു പിതാവ് തൻ്റെ മകൻ്റെ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് നടക്കാൻ പ്രായമാകുന്ന നടത്തുന്ന സമയം വരെ ഒരു പിതാവ് അപ്പൻ തൻ്റെ മകൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ സർവശക്തനായ ദൈവം നിങ്ങളുടെ കരം, ഇസ്രായേൽ മക്കളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ കരം, നിങ്ങൾ ഓരോരുത്തരും കരം പിടിച്ച് ഇന്ന് വരെ, ഈ നിമിഷം വരെ 14-ാം ദിവസത്തിന് ഈ നിമിഷം വരെയും കർത്താവ് കരം പിടിച്ച് നടത്തി. മരുഭൂമി യാത്രയിൽ അതേ മേഘസ്തംഭമായി കർത്താവ് കൂടെയെന്ന് ആശ്വാസദായകനായി. തേള് നിന്നെ കടിക്കാതെ, പാമ്പ് നിന്നെ കടിക്കാതെ രാത്രിയെ ഭയത്തിന് കർത്താവ് വെടിവിച്ച്, അത് മനുഷ്യരുടെ ശത്രുക്കളിൽ നിന്ന് ഭയത്തിന് കർത്താവ് നമ്മളെ വെടിവിച്ച്, ദുഷ്ടനായ പിശാചിൻ്റെ ഭയത്തിന് നമ്മളെ വെടിവിച്ച്, അവൻ്റെ പ്രവൃത്തി കർത്താവ് നമ്മളെ വെടിവിച്ച് ഇന്നയോളം ഇവിടെ വരെ നടത്തിയത്, അത് കൈ പിടിച്ച് നടത്തിയത് അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നിങ്ങൾക്ക് പലർക്കും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയല്ല, നിങ്ങൾ എല്ലാവർക്കും തന്നെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും നമ്മൾ മറന്നുപോയി. എന്നാൽ മറക്കാതെ കർത്താവിനെ സ്വന്തം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഉപവാസ പ്രാർത്ഥന. അത് പഴയതൊന്നും ഓർക്കുവാൻ 10 വർഷം മുമ്പേ, 30 വർഷം മുമ്പേ, അത് 2 വർഷം മുമ്പേ, കഴിഞ്ഞ മാസമൊക്കെ ദൈവം ചെയ്ത് നടത്തിയ വഴിയിൽ ഓർത്തോർത്ത് ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ ഹന്നാന സഹോദരിയെക്കുറിച്ച് പറയുന്ന, അവൾ കാത്തിരുന്നു. സ്തോത്രം. കാത്തിരിപ്പിൻ്റെ അത് അനുഭവങ്ങൾ ഒന്നും അതേ ദീർഘമായാലും അത് ഭയപ്പെടാതെ ദൈവത്തിന് ആയിരിക്കും കർത്താൻ ആത്മാവ് നമ്മളെ അതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. സ്തോത്രം. അതേ 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 130-6 നമ്മൾ വായിക്കുന്നത്, ഉഷസ്സിനായി കാത്തിരിക്കുന്നതിനേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. ഉഷസ്സിനേക്കാൾ മറ്റൊരു നന്മ വരുന്നതിനേക്കാളും ഒരു ഗുണം വരുന്നതിനേക്കാളും ഞാൻ എൻ്റെ കർത്താവിനായി കാത്തിരിക്കുന്നു, അവൻ്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു, അവൻ്റെ 2ാമത്തെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സംഗീതക്കാരനോട് ചേർന്ന് പറയാൻ കർത്താവ് സഹായിക്കട്ടെ. യെശയ്യാ 30-18 നമ്മൾ വായിക്കുന്നത്, അതേ യഹോവയെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവൻ്റെ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. കാത്തിരിപ്പ് ദൈവസന്നിധി എന്താണ്? ഭാഗ്യകരമായ അവസ്ഥയാണ്. ഒരു ലോട്ടറി അടിക്കുന്നോ, അതേ ദുബായിൽ പോകുന്നതോ, അതേ ഒരു ഹല്ലേലൂയ നല്ലൊരു ജോലി അതേ കിട്ടുന്നതോ ഒന്നുമുള്ള ദൈവമക്കൾ, അത് വലിയ കാര്യം. കാത്തിരിപ്പ് ദൈവം അതാണ് കണക്കാക്കുന്നത്. കാരണം ഒരുവനെ താഴ്ത്തുന്നതും ഒരുവനെ ഉയർത്തും ദൈവമാകുന്നു. ഒരുവന് ഹല്ലേലൂയ ജോലി കൊടുക്കുന്നതും അതേ നല്ല ശമ്പളം കൊടുക്കുന്നതും അതേ സാമാന്യ ശമ്പളം കൊടുക്കുന്ന കർത്താവാകുന്നു. പക്ഷേ പ്രൈസ് ലോർഡ് സ്തോത്രം, മനസ്സിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ആണ് ദൈവം കാണുന്നത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നാണ് കർത്താവ് കാണുന്നത്. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന കർത്താവ് കുഞ്ഞിനെ നോക്കുന്ന അനുഭവങ്ങളാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന് തൃക്കണ്ണ്, അവൻ അഗ്നിജ്വാലിക്കുന്ന കണ്ണ് ഓരോ ദൈവമക്കളിൽ, ദൈവദാസന്മാരിൽ, കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, പാസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ റിനിയും റോമിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ടുകൾ പാടിയോ കർത്താവ് ധാരാളം അവർ അനുഗ്രഹിച്ചു. വീണ്ടും കർത്താവിന് വേണ്ടി അതേ സ്തോത്രം, കർത്താവിന് വേലയിൽ ശക്തിയോട് ഉപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. കർത്താവെ പ്രവചിക്കുകയും സ്തോത്രം അതേ അല്ലപ്പാട് പറയുകയും ചെയ്യുന്നു. കർത്താവിനെ പ്രയോജനപ്പെടുന്ന, കർത്താവിനെ ശക്തിയോടെ നിൽക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ അനേകം നേടുന്ന അനുഭവങ്ങളെ സ്തോത്രം പ്രാർത്ഥിക്കുന്ന, അതിന് ഉപരിയായി പ്രാർത്ഥിക്കുന്ന, ദൈവിക വെളിപ്പാട് പ്രാപിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഏറ്റവും വലിയ ഉദാഹരണം ഇതെല്ലാം പറയുമ്പോൾ തന്നെ പറയട്ടെ, യേശു ക്രിസ്തു 30 വർഷം കാത്തിരുന്നു. 33 വർഷത്തിൽ യേശു ആകെ 3.5 വർഷം
3.5 വർഷം ശുശ്രൂഷ ചെയ്തുള്ളൂ. ബാക്കി 30 വർഷം യേശു കാത്തിരുന്നു. അതിനും വലിയ കാത്തിരിപ്പിൻ്റെ ഉദാഹരണം ആരാ ഉള്ളത്? സർവശക്തനായവൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു മുട്ടുസൂചി പോലും തൻ്റെ ശക്തി കൊണ്ട് എടുത്തില്ല. നമ്മൾ ഇന്ന് കാണുന്ന എന്താണ്? ഒരു അല്പം ശക്തി കിട്ടിയാൽ, അടുത്തൊരു കൃപ കിട്ടിയാൽ, ഒരു വരം കിട്ടിയാൽ പിന്നെ അത് ഓടിച്ചാടി ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് തിരക്ക്, അത് പറയാൻ വേണ്ടി ആൾക്കാർക്ക് തിരക്ക്. യേശു തൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തിയില്ല. തൻ്റെ ശിഷ്യന്മാർ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു ഒന്നും അവർ പറഞ്ഞില്ല. 14 ലേഖനം എഴുതിയ പൗലോസ് പോലും താൻ സ്വർഗത്തിൽ പോയതുപോലും താൻ പറയുന്നത് ഞാൻ പോയത് എനിക്കറിയില്ല. ഏതോ ഒരു മനുഷ്യൻ ശരീരത്തിൽ പോയെന്ന് താൻ പറയുന്നത്. അത്രയും താഴ്മയാണ് പരിശുദ്ധാത്മാവ് മേൽ വരുമ്പോൾ, ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയല്ല, അത് ആൾക്കാർ അറിഞ്ഞോളും. പക്ഷേ ദൈവസംഗി അതേ സ്തോത്രം 30 വർഷം ഒരു മുട്ടുസൂചി പോലും എടുക്കാത്ത കർത്താവ് കാത്തിരിപ്പിന് ഏറ്റവും നല്ല ഉദാഹരണമാകുന്നു. സ്തോത്രം. ശുശ്രൂഷയിൽ തിടുക്കം പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ല. സ്തോത്രം. സമയത്തുള്ളിൽ കാത്തിരിക്കുക. പ്രൈസ് ലോർഡ്. അത് കീഴ്പ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവൻ്റെ സമയത്തുള്ളിൽ കാത്തിരിപ്പാൻ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ പ്രായത്തിലും കർത്താവിനെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ റോയ് പാസ്റ്റർ കർത്താവ് സഹായിച്ചല്ലോ. അതേ സഹായത്തെ കൃപയ്ക്കായി സ്തോത്രം. അതേപോലെ കർത്താവിൻ്റെ ദർശനം പ്രാപിച്ച് അതേ ആ ഉന്നത വിളിക്ക് സ്തോത്രം യോഗ്യത എണ്ണിക്കൊണ്ട് അവർ കുടുംബമായി തന്നെ ഇറങ്ങിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ലജ്ജിച്ച് പോകില്ല പാസ്റ്റർ, ലജ്ജിച്ച് പോകുകയില്ല. അവനെ കാത്തിരിക്കുന്ന വചനം ഇവിടെ പറയുന്നു, അവനെ കാത്തിരിക്കുന്ന ലജ്ജിച്ച് പോവുകയില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. അല്പനാളത്ത് കാത്തിരിപ്പുണ്ടെങ്കിലും 49 അധ്യായം, അത് യശയ്യാവ് 49 അധ്യായത്തിന് 23 വാക്യം, അതേ ദിവസം തനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോവുകയില്ല. തനിക്കായി കാത്തിരിക്കുന്ന ലജ്ജിച്ച് പോവുകയില്ല. സ്തോത്രം. അല്പസമയങ്ങൾ, അല്പനാളുകൾ, വർഷങ്ങൾ നീണ്ടുപോയാലും അതേ പ്രവർത്തനം ആരംഭിച്ച് ഇത്രയും ആയല്ലോ, ഇത്രയും കാര്യം ഉപവാസമൊക്കെ നിങ്ങൾ എടുത്തിട്ട് എവിടെ പോയി? ആത്മാക്കൾ എവിടെ? വിടുതൽ എവിടെ? അതേ സ്വന്തം എവിടെയുണ്ട്? നന്മ എവിടെയുണ്ട്? അനുഗ്രഹമൊക്കെ മനുഷ്യൻ ചോദിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ തന്നെ ചോദിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവരെ അതേ അവൻ ലജ്ജിപ്പിക്കാതെ ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അത് ഓർത്ത് തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വാക്യം കൂടി അതേ യശയ്യാവ് 64:4 നമ്മൾ വായിക്കുന്നത്, സ്തോത്രം. തന്നെ കാത്തിരിക്കുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, തന്നെ ഓർത്ത് തനിക്കായി കാത്തിരിക്കുന്നവരെ അതേ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്വന്തം വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 25 വാക്യം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി യഹോവയാം ദൈവം നല്ലവൻ. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയും അത് യേശു ക്രിസ്തു നല്ലവനാകിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ നല്ലവനായ കർത്താവ് ഒന്നും ദോഷമായി ചെയ്തിട്ടില്ല, ഒന്നും ദോഷമായി ചെയ്യത്തില്ല. സ്തോത്രം. ദോഷമെന്ന് നമുക്ക് തോന്നും. കഷ്ടം എന്തിനാ കർത്താവെ, എന്തിനാ തികഞ്ഞവനാക്കുവാൻ? യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, യേശു കരഞ്ഞു. സ്തോത്രം. പ്രൈസിലോ. അതേ കുഞ്ഞുമോൻ സഹോദരൻ്റെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിലും സഹോദരി ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതേ കാത്തിരിപ്പാൻ നമ്മൾ ബിന്ദു സോർപ്പിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 18 വർഷമായി ആ സഹോദരി കിടപ്പിലാണ്. 18 വർഷം നല്ല പ്രായത്തിൽ സ്തോത്രം. ഒരു കുഞ്ഞ് ജനിച്ച് വർഷം കഴിഞ്ഞപ്പോൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരി കിടപ്പിലായിട്ട് 18 വർഷമായി ദൈവമക്കളെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. എന്നാൽ അവരെ എല്ലാം കാത്തിരിപ്പിക്കുവാൻ കാത്തിരിക്കുവാൻ്റെ കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. കർത്താവ് ഒരു ദിവസം ഒരു പ്രവൃത്തി ചെയ്യും. എല്ലാ ആ സഹോദരി പ്രസ്താവിച്ച പോലെ, ദാനിയേലും കൂടുതലും പ്രസ്താവിച്ച പോലെ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ വിടുകയില്ല, ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. സ്തോത്രം. കാരണം എന്താണ്? ഉള്ളിൽ പ്രാപിച്ച വെളിപ്പാട് അത് ലൗകികമായിട്ടല്ല, അത് ആത്മീയമായ വെളിപ്പാടാകുന്നു. അത് നിത്യത്തിലേക്ക് നടത്തുന്ന വെളിപ്പാടാകാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, അതേ സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളെ, രോഗത്തെ, സ്വതം ശാപങ്ങളെ, അതേ നഷ്ടങ്ങളെല്ലാം ജയിച്ച് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളവർക്ക്, നിങ്ങളുടെ കൂടെ ഉള്ളവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ട് അതുകൊണ്ട് ദിവസങ്ങൾ അതേ കാത്തിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് അവനെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതേ ദൂതന്മാരെ ഇറക്കുന്ന